എല്ലാവർക്കും നമസ്കാരം. സിൻസ് 1925 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? KGF സിനിമയിലെ ഒരു സീനല്ലേ ഇപ്പോൾ ഓർമ്മ വന്നത്? റെയ്മണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബോർഡിന് മുമ്പിൽ ഇരിക്കുന്ന രണ്ട് കുട്ടികൾ, ഒരാൾ നമ്മുടെ റോക്കി ബായി, മറ്റേ ആൾ റോക്കി ബായിയുടെ കൂട്ടുകാരനും. ഈ സിൻസ് 1925 എന്ന് പറഞ്ഞാൽ എന്താണെന്നും ബ്രാൻഡ് എന്താണെന്നും ഒക്കെ ഈ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നതും, ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു സംഭവമാണെന്ന്, അല്ലെങ്കിൽ അതൊരു പ്രശസ്തിയാണെന്ന്, അതൊരു ഐഡൻറ്റിറ്റി ആണെന്നൊക്കെ വരുന്ന അർത്ഥത്തിൽ ഒരു വാക്ക് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമ്പോൾ റോക്കി ബായിക്ക് സ്വയം ഒരു ബ്രാൻഡായി മാറണമെന്ന് ഒരു തോന്നലുണ്ടാകുന്നതും റോക്കി ബായ് ഒരു ബ്രാൻഡായി തീരാനുള്ള കാരണവുമൊക്കെ ആ ബോർഡിൻ്റെ മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. റെയ്മണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിനെ നമുക്കറിയാം, 1925 ആൽബർട്ട് റെയ്മണ്ട് എന്ന് പറയുന്ന ഒരാൾ സ്ഥാപിച്ച ഒരു ഇന്ത്യൻ ഫാബ്രിക് കമ്പനിയാണ് റെയ്മണ്ട്സ്. ആ റെയ്മണ്ട്സിന് ഇന്ന് 50,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നും, പല ഡിവിഷനുകൾ, ഫാബ്രിക് തൊട്ട് എയർലൈൻസ് വരെയുള്ള ബിസിനസ്സുകൾ റെയ്മണ്ടിൻ്റെ ബ്രാൻഡ് നെയിമിന് ഉണ്ടെന്നും, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഈ അടുത്ത കാലത്തേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നുമൊക്കെയാണ് പറയുന്നത്. ഈ KGF എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ റോക്കി ബായി KGF പോയി അവിടെ മുഴുവൻ കീഴടക്കി KGF ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയ സീനൊക്കെയാണ് KGF 2 നമ്മൾ കണ്ടത്. അവസാനം KGF 2 അവസാനം റോക്കി ബായി ഒരു നിവൃത്തിയുമില്ലാതെ ഇന്ത്യൻ ആർമിയും എല്ലാവരും കൂടെ റോക്കി ബായി ആക്രമിക്കുമ്പോൾ മുഴുവൻ സ്വർണവും എടുത്ത് ഒരു കപ്പലിൽ കയറി നടുക്കടലിലേക്ക് പോയി അവിടെ വെച്ച് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ ചേർന്നിട്ട് റോക്കി ബായിയുടെ കപ്പൽ വെടിവെച്ച് റോക്കി ബായിയെ ഉൾപ്പെടെ കടലിൽ മുക്കിക്കളഞ്ഞ ഒരു സീനായിരുന്നു നമ്മൾ KGF 2 കണ്ടത്. ഇനിയിപ്പോൾ KGF 3 വരും, മുങ്ങിക്കപ്പലിൽ കയറി റോക്കി ബായി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നൊക്കെ ഉള്ള ചില പിന്നണി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ റെയ്മണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ, അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ റോക്കി ബായിയുടെ ഈ മുങ്ങലുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഡോക്ടർ വിജയ്പത് സിംഘാനിയ എന്ന് പറയുന്ന റെയ്മണ്ടിനെ ഇന്നത്തെ റെയ്മണ്ടാക്കി മാറ്റിയ അതിൻ്റെ പഴയ ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഒക്കെ ആയിരുന്ന മനുഷ്യനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി റെയ്മണ്ടിലൂടെ കൈവന്നതല്ല, അല്ലാതെ തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ വിജയ്പത് സിംഘാനിയ. അദ്ദേഹത്തിന് 67 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറി ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സഞ്ചരിച്ച ലോക റെക്കോർഡ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ 1988 അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ലൈറ്റ് ജെറ്റ് വിമാനത്തിൽ UK നിന്ന് ഇന്ത്യ വരെ ഒരു സോളോ റൈഡ് നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇൻ്റർനാഷണൽ എയറോനോട്ടിക് ഫെഡറേഷൻ്റെ ഒരു ഗോൾഡ് മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. 34,000 മൈൽ ദൂരം 24 ദിവസം കൊണ്ട് വിമാനം പറത്തിയതിനാണ് അദ്ദേഹത്തിന് ഈ ഗോൾഡ് മെഡൽ കിട്ടിയത്. ഈ ഗോൾഡ് മെഡൽ കിട്ടിയതിന് പുറകെ ഇന്ത്യൻ എയർഫോഴ്സ് അദ്ദേഹത്തിന് എയർ കമഡോർ പദവി കൊടുത്ത് അംഗീകരിക്കുകയും ആദരിക്കുകയും നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ കൊടുത്ത് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയുമൊക്കെ പ്രശസ്തനായ ഡോക്ടർ വിജയ്പത് സിംഘാനിയാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് റെയ്മണ്ടിനെ വളർത്തിയെടുത്തത്. റെയ്മണ്ട് എന്നൊരു നാഷണൽ ബ്രാൻഡ് മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൂടിയാണ്. ലോകത്തിൽ പല സ്ഥലങ്ങളിലായി 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ റെയ്മണ്ടിൻ്റെ പേരിലുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം അവർ ഓരോ മാസവും നേടിയെടുക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് ഐക്കൺ എന്നതിലുപരി ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് റെയ്മണ്ട് എന്ന ബ്രാൻഡ്. ഇത്രയൊക്കെ പ്രശസ്തിയും ലോകം അംഗീകരിക്കുന്ന അനവധി അവാർഡുകളുമൊക്കെ നേടി രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്ന്, 3ാമത്തെ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മഭൂഷണൊക്കെ നേടിയ ഡോക്ടർ സിംഘാനിയയുടെ റിട്ടയർമെൻ്റ് ലൈഫ് വളരെ പരിതാപകരമായിരുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിലെ ശ്രദ്ധയിലേക്ക് സിംഘാനിയ വരുന്നത് അദ്ദേഹം ഒരു സിവിൽ കേസുമായി കോടതിയെ സമീപിക്കുമ്പോഴാണ്. ബോംബെയിലെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു വാടക വീട്ടിൽ നിന്നാണ് സിംഘാനിയ കേസുമായി കോടതിയിലേക്ക് വരുന്നത്. അതിനുണ്ടായ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഗൗതം സിംഘാനിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന, റെയ്മണ്ടിലുണ്ടായിരുന്ന 1000 കോടി രൂപയുടെ ഷെയറുകൾ ഇഷ്ടദാനമായി എഴുതി കൊടുത്തു. മക്കളെ സ്നേഹിക്കുന്ന, ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളെ തങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന
എല്ലാ രക്ഷകർത്താക്കളും ചെയ്യുന്ന കാര്യം മാത്രമേ ഡോക്ടർ സിംഘാനിയും ചെയ്തുള്ളൂ. സ്വന്തം പുത്രന് സ്വന്തം ആസ്തി മുഴുവൻ ഇഷ്ടത്തോടെ എഴുതി കൊടുത്തു. ആ പുത്രൻ എന്താ ചെയ്തത്? പിതാവിനെ ആ ആസ്തികളിൽ നിന്നെല്ലാം കുടിയിറക്കി വാടക വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അദ്ദേഹം യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കാറ് വരെ പിടിച്ചെടുക്കുകയും ചെയ്തു. KGF എന്ന സിനിമയും സിൻസ് 1925 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും റെയ്മണ്ടിൻ്റെ ബോർഡും അതിലെ ബ്രാൻഡ് എന്ന് പറയുന്ന ആവേശം ഉൾക്കൊണ്ട് ഒരു ബ്രാൻഡാകാൻ ഇറങ്ങി തിരിച്ച റോക്കി ബായി എന്ന് പറയുന്ന നായകനുമൊക്കെ നമ്മളെ ആവേശത്തിലാക്കിയ കാഴ്ചകളാണ്. എന്നാൽ ഈ കാഴ്ചകളുടെ പിന്നാമ്പുറത്ത് ആ റെയ്മണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലായിരുന്ന മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമെന്ന് ഓർക്കുമ്പോൾ നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ തലമുറ, ഞാനൊക്കെ ഉൾപ്പെടുന്ന തലമുറ വളർന്നു വന്ന രീതിയിലല്ല ഇപ്പോഴുള്ള തലമുറ വളരുന്നത്. നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പലതരം പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ അറിഞ്ഞ വിഷമങ്ങളോ പ്രാരാബ്ദങ്ങളോ ഒന്നും അറിയിക്കാതെ അവരെ സ്പൂൺ ഫീഡ് ചെയ്ത് മറ്റെന്തൊക്കെയോ ആക്കി വളർത്തി മാറ്റാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ശ്രമിച്ച ഒരു പിതാവായിരുന്നിരിക്കണം ഡോക്ടർ വിജയ്പത് സിംഘാനി. ആ വിശ്വാസം കൊണ്ടായിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഗൗതം സിംഘാനിയയ്ക്ക് എഴുതി കൊടുത്തത്. ആ ഒരു തീരുമാനം അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത് ബോംബെയിലെ ഒരു തെരുവിലെ ഒരു വാടക വീട്ടിലേക്കാണ്. KGF എന്ന സിനിമയും റെയ്മണ്ട് എന്ന ആ ബ്രാൻഡുമൊക്കെ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ ഡോക്ടർ വിജയ്പത് സിംഘാനിയുടെ ജീവിതം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. അനുഭവങ്ങളാണല്ലോ ഗുരു. ആ ഗുരുവിനെ നമ്മൾ ബഹുമാനിച്ചു പോയാൽ ജീവിതം എപ്പോഴും നന്നായി തന്നെ ഇരിക്കും.